അപ്പോൾ മക്കളെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 11. സ്ട്രെയിറ്റ് ലൈൻ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ആദ്യം ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് 2, 3 ഫ്രം ദ ലൈൻ 2x - 3y + 28 = 0. ഒരു പോയിന്റ്, ഒരു ലൈൻ, ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. വിച്ച് ഈസ് മെഷേർഡ് പാരലൽ ടു ദ ലൈൻ √3x - y + 1 = 0. ഒരു പോയിന്റ് അല്ലേ ആദ്യം തന്നിരിക്കുന്നത്. ഏതാ പോയിന്റ്? 2, 3 എന്ന പോയിന്റ്. ഈ 2, 3 എന്ന പോയിന്റും ഒരു ലൈനും പറഞ്ഞിട്ടുണ്ട്. ആ ലൈനിനെ കുറിച്ച് ഇക്വേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏതാണെന്ന്? 2x - 3y + 28 = 0 അല്ലേ. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കുറിച്ചാണ് മക്കളോട് ചോദിച്ചിരിക്കുന്നത്. ആ ഡിസ്റ്റൻസ് ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നത്. ഇതാണ് ഡിസ്റ്റൻസ് എന്ന് കരുതുക. ഏകദേശ പിക്ചറൈസേഷൻ മാത്രമാണ് അല്ലേ. ഇനിയോ ഇത് മെഷർ ചെയ്യുമ്പം ഇതിന് പാരലായിട്ട് മറ്റൊരു ലൈനിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതിന് പാരലായിട്ടാണ് പറയുന്നത് മറ്റൊരു ലൈനിനെ കുറിച്ച്. ആ ലൈൻ ഞാൻ എടുക്കുന്നത്. മറ്റൊരു ലൈൻ ഏതാ? ലൈൻ്റെ ഇക്വേഷൻ പറയുന്നത്. ലൈൻ്റെ ഇക്വേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ലൈൻ്റെ ഇക്വേഷൻ പറയുന്നത് √3x പാരലാണ്. √3x - y + 1 = 0. അപ്പോൾ ഇവിടെ നോക്കിക്കോ, നമുക്ക് ഈ ഡിസ്റ്റൻസ് അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസിനെ കുറിച്ച് പാരാമെട്രിക് ഫോമിലേക്ക് എടുക്കാം. അത് r എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ. ഈ പോയിന്റിന് നമുക്ക് P എന്ന പേര് കൊടുക്കുക, ഈ പോയിന്റിന് A എന്ന പേര് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ A എന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? നമ്മൾ പഠിച്ചാണല്ലോ പാരാമെട്രിക് ഫോമിൽ വരുമ്പോൾ A + r cos θ B + r sin θ എന്ന ഫോമിലാണ് അല്ലേ. ഇവിടെ എയും ബിയുടെ സ്ഥാനത്ത് 2ഉം 3 ആണ്. അതുകൊണ്ട് കോർഡിനേറ്റ് നമുക്ക് എന്താണെന്ന് പറയാ? 2 + r cos θ ഫസ്റ്റ് വൺ ആൻഡ് 3 + r sin θ സെക്കൻഡ് വൺ. ഇതാണ് ആ പോയിന്റ് കിട്ടുക. അപ്പൊ നോർമലി ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ ഒരു പോയിന്റ് ആണല്ലോ 2 + r cos θ 3 + r sin θ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ്റെ അകത്ത് സാറ്റിസ്ഫൈ ചെയ്യല്ലോ. നമുക്ക് r അല്ലേ വേണ്ടത്. അതിന് cos θ എന്താണെന്നും sin θ എന്താണെന്നും അറിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണല്ലോ അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കോ, ഇവിടെ നോക്കിക്കോ, ഈ ലൈൻ നിങ്ങൾ നോക്കണേ. ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്കറിയാൻ പറ്റുമല്ലോ. എന്താ ഈ ലൈനിന്റെ സ്ലോപ്പ് നമുക്ക് കിട്ടുക? ഈ ലൈനിന്റെ സ്ലോപ്പ് കാണുമ്പോൾ ഇതിന്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഇത് θ ആയിട്ട് മാർക്ക് ചെയ്താൽ ഇതും എന്താ കിട്ടുന്നത്? θ ആണല്ലോ അല്ലേ. √3x - y + 1 = 0 എന്ന് പറയുമ്പോൾ ഇവിടെ എം അല്ലെങ്കിൽ ടാൻജന്റിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ടാൻ തീറ്റയെ കുറിച്ച് പറയുമ്പോൾ ടാൻ θ = √3 എന്നാ കിട്ടുക. ഇതിന് നമുക്ക് y = √3x + 1 എന്ന് എഴുതി കൂടെ അല്ലേ. അപ്പോൾ y = mx + c എന്ന ഫോമിലല്ലേ ഉള്ളത്. അപ്പോൾ ടാൻ തീറ്റ കിട്ടിയല്ലോ. അപ്പോൾ ടാൻ തീറ്റ അറിയെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ട്രയാങ്കിൾ വരച്ചു കഴിഞ്ഞാൽ സൈൻ തീറ്റ എന്താണ്, കോസ് തീറ്റ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ചുകൊണ്ട് നമ്മളിത് പറയാൻ പോകുന്നു. ആംഗിൾ ഞാൻ മാർക്ക് ചെയ്യുന്നത് ഇത് തീറ്റ എന്ന ആംഗിൾ. ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ ഇത് √3, ഇതെന്താ കിട്ടുന്നത്? 1 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ന്യൂസ് എന്തായിട്ട് മാറും? 2 ആയിട്ട് മാറും അല്ലേ. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? √3/2 എന്നും കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്തും കിട്ടും? 1/2 എന്നും കിട്ടും അല്ലേ. അപ്പൊ നമ്മളെ എ എന്ന പോയിന്റ് കോർഡിനേറ്റ് എന്തായിട്ട് മാറും? കാരണം കോസ് തീറ്റയും സൈൻ തീറ്റയും നമുക്ക് അറിയാൻ പറ്റിയല്ലോ. കോസ് തീറ്റയും സൈൻ തീറ്റയും അറിയാൻ പറ്റിയത് കൊണ്ട് നമുക്ക് ആ വാല്യൂ, അതായത് എ എന്ന പോയിന്റ് കോർഡിനേറ്റ് എന്തായിട്ട് മാറും? 2 + r cos θ. ദാറ്റ് മീൻസ് r × 1/2 എന്ന് പറഞ്ഞാൽ r/2 ആയിട്ട് മാറി. പിന്നെയോ 3 + r sin θ. sin θ √3/2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്തായിട്ട് മാറും? 3 + r × √3/2 എന്നായിട്ട് മാറും. അപ്പൊ ഈ പോയിന്റ് നമ്മുടെ ലൈൻ, അതായത് ഏത് ലൈനിലെ 2x - 3y + 28 = 0 എന്ന ലൈനിലെ പോയിന്റ് ആണല്ലോ. ആ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യല്ലോ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2x ദാറ്റ് മീൻസ് 2 × നോക്കണേ 2 + r/2. ഇനിയോ -3y 3 × 3 + r √3/2 + 28 ആരാണെന്ന് പറയാ? 0 ആണെന്ന് പറയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഇത് 4 എന്ന് കിട്ടി, അടുത്തത് 6 എന്ന് കിട്ടി. നെക്സ്റ്റ് -9 എന്ന് കിട്ടും, അടുത്തത് എന്താണ് കിട്ടുന്നത്? 3 √3/2 × r
പ്ലസ് 28 ഈക്വൽ ടു 0 എന്ന് കിട്ടും അല്ലേ. 6 ഉൾപ്പെടുന്ന രണ്ട് ടേം ഒന്നിതാ അല്ലെ. കമ്പൈൻ ചെയ്തുകൊണ്ട് 6 ഇൻറ്റു 1 മൈനസ് 3√3/2 എന്ന് എഴുതാ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോൺസ്റ്റന്റ് ഒക്കെ മൂവ് ചെയ്യുന്ന സമയത്ത് 28 4 32 വ്യത്യാസം എന്ന് പറയുമ്പോൾ -23 എന്ന് കിട്ടും. ഇതിൻ്റെ അന്ന് 6 വേഗം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. 6 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും നോക്കണേ. ഇവിടെ ഇതിനെ ഒന്നുകൂടി മാറ്റി ചെയ്ത 6 ഇൻറ്റു എങ്ങനെ മാറ്റി ചെയ്ത 2 മൈനസ് 3√3 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു -23 എന്ന് പറയാം അല്ലേ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് r ഇസ് ഈക്വൽ ടു -46 ഡിവൈഡഡ് ബൈ 2 മൈനസ് 3√3 എന്ന് എഴുതാം. 2 മൈനസ് 3√3 എന്ന് എഴുതാം. ഇതിനൊന്നുകൂടി അറേഞ്ച് ചെയ്യാലോ. നമ്മളെ ഓപ്ഷനെ ബേസ് ചെയ്തുകൊണ്ട് അറേഞ്ച് ചെയ്യുമ്പോൾ റേഷണലൈസേഷൻ ചെയ്യുക. -46 ഇൻറ്റു 2 പ്ലസ് 3√3 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3√3 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഡിനോമിനേറ്റർ a സ്ക്വയർ മൈനസ് b സ്ക്വയർ എന്ന ഫോമിലേക്ക് മാറും. a സ്ക്വയർ 2 സ്ക്വയർ 4 ആയിട്ട് മാറി. 3√3 ഹോൾ സ്ക്വയർ 3 സ്ക്വയർ 9 √3 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 എന്ന് പറഞ്ഞാൽ 27 എന്ന് കിട്ടും. അതായത് ഈ ഡിനോമിനേറ്റർ മക്കൾക്ക് കിട്ടുക -23 എന്നാ കിട്ടുക. അപ്പോൾ ഇവിടെ -23 -46 എന്തായിട്ട് മാറും ന്യൂമറേറ്ററിൽ 2 എന്നായിട്ട് മാറും. ദാറ്റ് മീൻസ് 2 ഇൻറ്റു 2 പ്ലസ് 3√3 എന്നാണ് കിട്ടുക. ബ്രാക്കറ്റ് റിമൂവ് ചെയ്തിട്ട് എഴുതുമ്പോൾ 4 പ്ലസ് 6√3 എന്ന് കിട്ടും. ഇതാണ് നമ്മളെ ആൻസർ കിട്ടുക. 4 പ്ലസ് 6√3 അതാണ് ഡിസ്റ്റൻസ് കിട്ടുക. അതായത് ഓപ്ഷൻ 4 ആണ് നമ്മളെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? 2Dയിലെ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തിരി ചിന്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. സ്ട്രെയിറ്റ് ലൈനിലെ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തിരി ചിന്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. ഓക്കെ ആണല്ലോ?